നീണ്ട ഇടവേളയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് കൊടും മഴ വരുന്നു. വരുന്ന 3 ദിവസം സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 7 ജില്ലകൾക്ക് ഞായറാഴ്ച യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. ആലപ്പുഴ മുതൽ മലപ്പുറം വരെയാണ് മുന്നറിയിപ്പുള്ളത്. തിങ്കളാഴ്ച സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകൾക്കാണ് തിങ്കളാഴ്ച ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു ജില്ലയിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ചൊവ്വാഴ്ച മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണുള്ളത്. ഫെങ്കൽ ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് തീരം തൊടുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിലെ പല ജില്ലകളിലും നേരിയ തോതിൽ മഴയും മൂടിക്കെട്ടിയ കാലാവസ്ഥയും ഉണ്ടാകുമെന്നാണ് നിലവിലുള്ളത്. ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിലെ 8 ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചെന്നൈ വിമാനത്താവളം അടയ്ക്കുകയും ചെയ്തു. ശക്തമായ കാറ്റും മഴയുമാണ് തീരദേശ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യുന്നതും. മുൻകരുതലിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ 2000-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് തീരപ്രദേശവും അതീവ ജാഗ്രതയിലാണ് തുടരുന്നത്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി കരതൊടാനിരിക്കെയാണ് തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്നത്. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് തമിഴ്നാട് തീരം തൊടുമെന്ന് കണക്കുകൂട്ടൽ പറയുന്നത്. ഫെഞ്ചലിന് മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടെ ചെന്നൈ വിമാനത്താവളം ശനിയാഴ്ച രാത്രി 7 മണി വരെ താൽക്കാലികമായി അടച്ചിടാൻ അധികൃതർ തീരുമാനിച്ചിരുന്നു. നിരവധി ട്രെയിൻ സർവീസുകളും ചുഴലിക്കാറ്റ് ബാധിച്ചിട്ടുണ്ട്. തമിഴ്നാട് പുതുച്ചേരി തീരത്തെ കാരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയ്ക്ക് ചുഴലിക്കാറ്റ് കര തൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, കള്ളക്കുറിച്ചി, കഡലൂർ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതിൽ തന്നെ റാണിപ്പേട്ട്, തിരുവണ്ണാമലൈ, വെള്ളൂർ, തഞ്ചാവൂർ, തിരുവാരൂർ, നാഗപട്ടണം എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശനിയാഴ്ച വൈകിട്ടോടെ ചുഴലിക്കാറ്റായി മാറുമെന്ന് കാലാവസ്ഥ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 9 ജില്ലകളിലായി ജനങ്ങളെ മാറ്റി താമസിപ്പിക്കാനായി 2229 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തയ്യാറാക്കിയതായും റവന്യൂ മന്ത്രി KKSR രാമചന്ദ്രൻ അറിയിച്ചു. നാഗപട്ടണം, മയിലാടുംതുറൈ, തിരുവാരൂർ, തിരുവഞ്ചൂർ, കഡലൂർ, ചെന്നൈ, ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ, കാഞ്ചീപുരം എന്നീ ജില്ലകളിലായാണ് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. നിലവിൽ തിരുവാരൂർ, നാഗപട്ടണം എന്നീ ജില്ലകളിലെ 6 കേന്ദ്രങ്ങളിലായി 164 കുടുംബങ്ങളിലെ 471 പേർ കഴിയുന്നുണ്ട്. ചുഴലിക്കാറ്റ് വീശാൻ സാധ്യതയുള്ള ജില്ലകളിലെ രക്ഷാപ്രവർത്തനത്തിന് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ സജ്ജമായി തന്നെയുണ്ട്. ശനിയാഴ്ച ചുഴലിക്കാറ്റും മഴയും ഉണ്ടാകുമെന്ന അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ വെള്ളക്കെട്ടിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ 806 ബോട്ടുകൾ, മണ്ണിടിച്ചിലുണ്ടായ മണ്ണ് നീക്കം ചെയ്യാൻ 1196 JCBകൾ, വൈദ്യുത വിതരണത്തിനായി 977 ജനറേറ്ററുകൾ എന്നിവ വിവിധ ജില്ലകളിലായി സജ്ജമാക്കിയിട്ടുണ്ട്. കാറ്റിൽ കടപുഴകി വീഴുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനായുള്ള 1786 യന്ത്രങ്ങളും ഉണ്ടാകും. വെള്ളക്കെട്ടുണ്ടായാൽ പമ്പ് ചെയ്ത് നീക്കം ചെയ്യുന്നതിനായി 2439 മോട്ടോർ സെറ്റുകളും ഉണ്ടാകും. 24 മണിക്കൂറും ആവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലുകളും അടച്ചിടേണ്ടതാണ്. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക തന്നെ ചെയ്യണം. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. മഴക്കാർ കാണുമ്പോൾ തന്നെ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകാതിരിക്കണം. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക തന്നെ ചെയ്യണം. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചാരം ഉണ്ടായേക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.